സുഖമാണോ? ശാന്തമായോ? എളുപ്പ ശാന്തമാണല്ലേ ഇതിരിക്കുമ്പോൾ. ഇത് പക്ഷേ നമുക്ക് ജീവിതത്തിലും ചെയ്യാൻ പറ്റണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകളിലും ഈ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറ്റിയാൽ മനസ്സ് മാറും. പക്ഷെ ആ സമയത്ത് ശ്വാസം എങ്ങോട്ടാ വരിക? നെഞ്ചിലേക്ക് വരുമില്ലേ? അതെന്താ കാരണം? ഒരു സിംഹം മാനിനെ പിടിക്കാൻ വരിക. മാൻ കണ്ടു, ഒറ്റ ഓട്ടം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ കാഴ്ച തന്നെ ഹൃദയം വളരെ സ്പീഡിൽ ഇടിച്ചു തുടങ്ങും ഇല്ലേ? ഹൃദയം പെട്ടെന്ന് ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് കൂടുതൽ പമ്പ് ചെയ്യപ്പെടും. എങ്ങോട്ട്? എക്സ്ട്രീമിറ്റീസിലേക്ക്, അതായത് കാലുകളിലേക്ക്, കൈകളിലേക്ക്. നമ്മളുടെ ഇത് തന്നെ സംഭവിക്കും. നമുക്ക് ഭയമോ ദേഷ്യമോ തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാറ്റടിക്കും. ശ്വാസം എങ്ങോട്ട് കയറും? വളരെ തീഷ്ണമായ രീതിയിൽ ശ്വാസം ക്രമം ഉണ്ടാവും. എങ്ങോട്ടേക്ക്? നെഞ്ചിലേക്ക്. ശ്രദ്ധിച്ചറിയാം. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലേ? ഭയം വരുമ്പോഴും നെഞ്ചിലായിരിക്കും. അങ്ങനെയുള്ള പല വികാരങ്ങളും വരുമ്പോൾ നെഞ്ചിലേക്ക് ശ്വാസം ഉണ്ടാവുകയും തൽഫലമായിട്ട് ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസക്രമം കൂടുകയും നെഞ്ചിടിപ്പ് കൂടുകയും ശരീരത്തിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്കുള്ള ബ്ലഡിൻ്റെ പമ്പ് കൂടുകയും ചെയ്യും. അപ്പം മാൻ എന്ത് ചെയ്യും? ഒറ്റ ഓട്ടം. കാരണം മാന് സിംഹത്തെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. കാണ്ടാമൃഗമാണ് തിരിച്ച് കുത്തിയേനെ ഇല്ലേ? പക്ഷെ മാനിനത് പറ്റാത്തതുകൊണ്ട് മാൻ വാണം വിട്ട പോലുള്ള ഒറ്റ ശരവേഗത്തിൽ ഓട്ടമാണ്. എന്തിന്? പ്രാണനെ രക്ഷിക്കാൻ. ആ പ്രാണൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിൽ അത് വേറൊന്നും കാണില്ല. വലിയ വേലികളൊക്കെ ചാടി കടന്നു പോകും. മനുഷ്യരും എങ്ങനെയാ? പോലീസിനെ കണ്ടാൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇല്ലേ, പറക്കുന്ന എങ്ങനെ ചാടിയെന്ന് പിന്നെ അത്ഭുതപ്പെടാറുണ്ട്. പലരും കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശരീരത്തിൽ ഈ പ്രാണന്റെ ശക്തി എത്തിക്കും. അത് കഴിഞ്ഞു, അപകടം ഒഴിഞ്ഞു എന്ന് കണ്ടു മാൻ. സിംഹം ദൂരെയായിപ്പോയി. കാരണം വെജിറ്റേറിയൻസിന് ആ സ്റ്റാമിന കൂടുതൽ, നോൺ വെജിറ്റേറിയൻ സ്റ്റാമിന കുറവായിരിക്കും, പക്ഷെ അഗ്രസീവ്നെസ് കൂടും. അപ്പോൾ വെജിറ്റേറിയനായ മാൻ സ്റ്റാമിന ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തെത്തി. പുല്ല് കണ്ടു, മേയാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് നോർമലായി, ശ്വാസഗതി നോർമലായി, ഈ ടെൻഷനൊക്കെ മാറി. പിന്നെയും പുല്ല് നിന്ന് സന്തോഷത്തോടെ നിൽക്കും. പക്ഷെ മനുഷ്യനിത് പറ്റുമോ? നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ, മറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലേ, ഇതെല്ലാം നമ്മൾ ചുമന്നു നടക്കുക. കൂടാതെയോ ഭയം, ഉത്കണ്ഠ, ആങ്സൈറ്റി ഇല്ലേ, ഈ ഡിസോർഡേഴ്സ് എല്ലാം നമ്മളെ ബാധിച്ചിരിക്കുക. അതുകൊണ്ട് സിംഹത്തെ കണ്ട മാനിനെ പോലെ നമ്മുടെ ഗതി എപ്പോഴും ശ്വാസം നെഞ്ചെത്താം. തൽഫലമായിട്ട് സംഭവിക്കും? ഹൃദയമിടിപ്പ് കൂടും, രക്തസഞ്ചാരം മുഴുവൻ എക്സ്ട്രീമിറ്റിലേക്ക് പോകും. ഇത് ഓടാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് ഓടാൻ പറ്റുമോ? ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് സാധ്യമാണോ? കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ വല്ലതും നമുക്ക് നിയന്ത്രണമുണ്ടോ? അതുമില്ല. പക്ഷെ നമ്മൾ ഈ സിംഹത്തെ കണ്ട മാനെ പോലെയാണ് നമ്മുടെ ഗതി. എപ്പോഴും ഇങ്ങനെ പെടച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യും ഇല്ലേ? നമുക്ക് കുറേയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് സ്ട്രെസ് കൂട്ടുകയുള്ളൂ. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റും ഇല്ലേ? ഓടിക്കളയാൻ പറ്റും. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഒളിച്ചിരിക്കേണ്ടി വരും. നമ്മൾ മനഃപൂർവ്വം മാറ്റി വെക്കും, പ്രശ്നത്തെ എടുത്ത് മാറ്റി വെക്കും. പക്ഷെ ഇതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ഉണ്ടോ? നമ്മളെപ്പോഴും ശവം ചുമന്നുകൊണ്ട് നടക്കുന്നവരാ, ശവത്തെ ജീവിക്കുന്നവരാ ഇല്ലേ? വേതാളങ്ങളായിട്ടിരിക്കുക. വേതാളം വെച്ചാൽ അർത്ഥം താളം തെറ്റിയെന്നർത്ഥം. താളം തെറ്റിയതാ ഇല്ലേ? അങ്ങനെ താളം തെറ്റിയ ജീവിതം ജീവിക്കുന്ന വേതാളങ്ങളായിട്ട് നമ്മൾ ഇരിക്കുന്നത്. ശവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേതാളം ശവത്തിലാണ്. അപ്പൊ നമ്മൾ പറയും ചാമുണ്ഡാ ശവവാഹന. അതിന്റെ തുടരേണ്ട ചൈതന്യം ഉണർത്തെടുക്കുന്ന മന്ത്രമാണ് ചാമുണ്ഡ. ഈ ശവത്തിലെ ചൈതന്യം ഉണ്ടാക്കുന്ന മന്ത്രമാണ് നമ്മൾ രാവിലെ ചെല്ലുന്ന ഹോമം. ചാമുണ്ഡായേ വീച്ചേ. നമുക്ക് ആ താളം തെറ്റിയ നമ്മൾക്ക് താളത്തെ തിരിച്ചു കൊണ്ടുവരട്ടെ. അതിന്റെ അടിസ്ഥാനം തന്നെ പ്രാണനാണ്. ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ശ്വാസത്തെ ഉദ്ദേശിച്ചത്. ശരിയായ രീതിയിൽ ശ്വസിക്കാൻ പറ്റിയ റിലാക്സ് ആകുന്ന നമുക്ക് ഇപ്പൊ അനുഭവമായില്ലേ? പക്ഷെ ശരിയായിട്ട് ശ്വസിക്കാൻ നമുക്ക് എപ്പോഴും പറ്റില്ല. പറ്റുമെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും തെളിച്ചുണ്ടാവും, മനസ്സിനും തെളിച്ചുണ്ടാവും, നല്ല പ്രസന്നതയുണ്ടാവും,
കാര്യങ്ങളെ ആസ് ഇറ്റ് ഈസ് കാണാനുള്ള കഴിവ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മുടെ നേച്ചറാണ്. പ്രാകൃതികമായിട്ട് നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷെ നമ്മൾ വിശിഷ്ടന്മാരായി മാറിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ബന്ധബന്ധനങ്ങളെ കീറിയും കെട്ടിപ്പിടിച്ച് നമ്മൾ ഈ സുഖദുഃഖങ്ങളെ ഇങ്ങനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ഇതിൽ നിന്ന് ഒരു വിടുതല്, ഇതിൽ നിന്ന് പതുക്കെ 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 മാറണം. ഇല്ല എന്ത് സംഭവിക്കും? പ്രായമാകും തോറും ഇത് നമ്മൾ ഉറച്ചുറച്ചുറച്ചു വരും. ഇല്ലേ? ഒരു പെയിന്റ് അടിക്കാനുള്ള ഉടനെ വീഴുന്ന സ്റ്റെയിൻ എളുപ്പം തൂത്ത് കളയാം. പക്ഷെ ദിവസം കഴിഞ്ഞാലോ മണിക്കൂർ കഴിഞ്ഞാലോ കഠിനമായി തീരും. ഇല്ലേ? ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ വളരെ ഡീപ്ലി ഉണ്ടാകുന്ന ഇംപ്രഷൻസ് അത്ര എളുപ്പമൊന്നും മാറിപ്പോവില്ല. നമ്മളോ കാലങ്ങളായിട്ട് ഒരേ പാറ്റേണെ, ഒരേ സിസ്റ്റത്തെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഇല്ലേ? ഇയാൾ ഇങ്ങനെയാ നമ്മളങ്ങ് ധരിച്ചു വെച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവം അങ്ങനെ ആയിരിക്കും നമുക്കുണ്ടാവുക. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് നമ്മളങ്ങ് ധരിച്ചിരിക്കുക. പോകുന്ന വഴി എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ധരിച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുമോ? ഉണ്ടാവാതിരിക്കുമോ? ഉണ്ടാവും. കാരണം യദ്ഭാവം തദ്ഭവതി. നമ്മുടെ അകത്തെന്തുണ്ടോ അതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ പുറത്തെല്ലാം ദുഃഖമാണ്. ലോകം മൊത്തം ദുഃഖമയമാണ്. നമ്മുടെ മനസ്സിൽ പ്രസന്നതയാണ്, സന്തോഷമാണെങ്കിലോ ലോകത്തെല്ലാം കുഴപ്പമുണ്ടോ? ഇപ്പം നോക്കിയേ, എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ? ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഇതിന് രക്ഷയുടെ എന്താ വഴി? നമ്മൾ തന്നെ ഉണ്ടാക്കിയ കെട്ട ആരഴിക്കും? ഈശ്വരൻ വന്ന് അഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ആ ഈശ്വരനെ അഴിക്കേണ്ട ഈശ്വരനാണ് ആത്മാവായിട്ട് സ്വയം ഇരിക്കുന്നത്. അപ്പം ആരഴിക്കും? ഉദ്ധരേത് ആത്മനാത്മാനം. തന്നെത്താനെ ഉദ്ധരിക്കണം. തന്നെത്താനെ ഒരു കാരണവശാലും നമ്മളെ തളർത്തരുത്. അടിസ്ഥാന കാര്യമാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളെ രക്ഷിക്കെങ്കിലും ചെയ്തുകൂടെ? ഫ്ലൈറ്റിൽ പോകുമ്പോൾ പറയത്തില്ലേ, ഓക്സിജൻ മാസ്ക് ആദ്യം സ്വയം ധരിക്കൂ, അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കൂ. നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലേ? ആർക്കെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ ദുഃഖം മാറ്റാൻ വേണ്ടി നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക കാണപ്പെടുന്നത് അല്ലേ? നമ്മുടെ ദുഃഖം മാറാൻ വേണ്ടി നമ്മൾ വേറെ പണിക്കിറങ്ങുക. നടക്കുമോ? നമ്മുടെ ദുഃഖം വേറെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുറത്തുള്ളവരുടെ സന്തോഷം പകർന്നു കൊടുക്കാനാവും? പുറത്തുള്ളവരുടെ കാര്യം പോട്ടെ, സ്വന്തം ജീവിതം തന്നെ എങ്ങനെ ആനന്ദകരമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുക? അതിന് വേണ്ട നിയന്ത്രണത്തിൻ്റെ ആദ്യ പടിയാണ് ശ്വാസം. ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളിലുള്ള ഈ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളിലെ പതുക്കെ 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 ലയിച്ചു പോകുന്നത് കാണാം. ഇങ്ങനെയാ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ചെയ്തു വെച്ച കർമ്മം എല്ലാം കൂടെ ആർക്കും ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിനുള്ള മാർഗങ്ങളാണൊന്ന് ഹവനം, അതിലുപയോഗിക്കുന്ന ഔഷധങ്ങൾ, അതിലുപയോഗിക്കുന്ന മന്ത്രങ്ങൾ, ഇതിൻ്റെ വൈബ്രേഷൻസ്, കെട്ടിവെച്ചിരിക്കുന്ന സാധനങ്ങളെ പതുക്കെ പതുക്കെ ഇളക്കും. ശരിയായ രീതിയിലുള്ള ശ്വാസക്രമത്തിലൂടെ പതുക്കെ നമുക്കിതിനെ പുറത്തേക്ക് കളയാൻ പറ്റും. എങ്ങനെ? കാരണം ഈ പറഞ്ഞ കർമ്മങ്ങളും കർമ്മദോഷങ്ങളും എല്ലാം മെമ്മറി മാത്രമാണ്, ഓർമ്മ മാത്രമാണ്. അല്ലേ? എവിടെ ഇരിക്കുന്നു? നമ്മുടെ ചിത്തത്തിലിരിക്കുന്നു. ചിത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഈ 5 ചക്രങ്ങൾ, വിശുദ്ധി തൊട്ട് മൂലാധാരമുള്ള ചക്രങ്ങൾ തന്നെ ചിത്തം. ഇത് ഓരോന്നും ഓരോ ഡിസ്കുകളാണ്, ഓരോ ഹാർഡ് ഡിസ്കുകളാണ്. ഇതിൽ ഓരോന്നിലും നമ്മൾ ഓരോന്നും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതായത് വിശുദ്ധി ചക്രത്തിൽ നമ്മൾ കേട്ടതെല്ലാം ഓർത്തിരിക്കുന്നു. അനേകം ജന്മങ്ങളിലെ ഓർമ്മ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടത് വിശുദ്ധിയിലും, നമ്മുടെ സ്പർശവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, വികാരവിചാരങ്ങൾ ഹൃദയത്തിലും, നമ്മുടെ കണ്ണ് കാഴ്ച അതുമായി ബന്ധപ്പെട്ടെല്ലാം മണിപൂർ ചക്രത്തിലും, സ്വാദുമായി ബന്ധപ്പെട്ടെല്ലാം സ്വാധിഷ്ഠാനത്തിലും, ഗന്ധവുമായി ബന്ധപ്പെട്ട സകല ഓർമ്മകളും മൂലാധാരത്തിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇതിനെയാണ് ഭഗവത് തത്വം എന്ന് വിളിക്കുക. ഭാന്ന് വെച്ചാൽ ഭൂമി, ഗാന്ന് വെച്ചാൽ ഗഗനം ആകാശം, വാന്ന് വെച്ചാൽ വായു, ആന്ന് വെച്ചാൽ അഗ്നി, നാന്ന് വെച്ചാൽ നീര്. ഭഗവാൻ എന്ന തത്വം നമ്മളിരിക്കുന്ന ഈ പരമേശ്വര ലിംഗമാണ്, ശിവലിംഗമാണ്. അതിൻ്റെ മേളിൽ തൂക്കിയിട്ടിരിക്കുന്ന ധാരാപാത്രമാണ് ഇത്. അതിലേക്ക് ഇപ്പം നമ്മൾ ശ്വസിച്ചത്. ഇതിനകത്ത് നിറയ്ക്കേണ്ടത് എന്താ? അവനൊന്ന് തീരുമാനിച്ചോളുക. കലശം നിറച്ചാൽ, ശുദ്ധമായ ജലം നിറച്ചാലും ധാര ചെയ്യും, ശിവലിംഗത്തിന് ധാര ചെയ്യപ്പെടും. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഗ്രഹിക്കുന്നതെല്ലാം ഈ ഇതുമായിട്ട് കറസ്പോണ്ടിങ്ങാ.
നമ്മളെല്ലാവരും ഒരേ വഴിക്ക് പോയാലും നമ്മുടെ എല്ലാം കാഴ്ചകൾ വ്യത്യാസമാകും, നമ്മളെല്ലാം കേൾക്കുന്ന വ്യത്യാസമാകും. കാരണം നമ്മുടെ മനസ്സനുസരിച്ചാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ഇങ്ങനെ അത്ഭുതകരമായൊരു പ്രപഞ്ചം നമ്മളിൽ ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ഇതാ ഈശ്വര മായ എന്ന് വിളിക്കുക. നമ്മളെല്ലാം ഒരു വഴിക്ക് പോലും ഓരോ കാഴ്ചകൾ കാണുക, ഓരോന്നും കേൾക്കുക, ഓരോന്നും അറിയുക, ഓരോന്നും ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം നമ്മൾ അടങ്ങിയിരിക്കുന്ന ഈ ഊർജങ്ങളുടെ ക്രമം, അതായത് സത്വ രജസ് തമസ് എന്ന് പറയും, നമ്മുടെ മനസ്സിന്റെ ഗുണങ്ങളാണ്. സത്വം എന്ന് വെച്ചാൽ നിർമ്മല ഭാവം, രജസ് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി, ഗോ ഗെറ്റ് ഇറ്റ്. തമസ് എന്ന് വെച്ചാൽ അന്ധകാരം, ഇനേർഷ്യ, കട്ടപിട്ടി പിടിച്ചിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥ. ഇത് മൂന്നും വ്യത്യസ്ത അനുപാതത്തിൽ വർത്തിക്കുന്നതുകൊണ്ടാണ് മനസ്സ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ പല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതിനെയാണ് ത്രിഗുണാത്മിക എന്ന് വിളിക്കുക. ആ ത്രിഗുണാത്മിക ദേവിയാണ് ചാമുണ്ഡിയായി കണ്ട് നമ്മൾ പൂജാതി ഹോമങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സിൽ തന്നെയാണ് പൂജ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന വികാര വിചാരങ്ങളെ പുറത്താക്കാനും നമ്മുടെ മനസ്സിനെ പ്രസന്നമാക്കാനും അതുവഴി പ്രപഞ്ച ചൈതന്യം സർവ്വം നിറഞ്ഞിരിക്കുന്ന ആനന്ദ സ്വരൂപത്തെ അനുഭവിക്കാനുമുള്ള കർമ്മങ്ങളാണ് അഘോരമാർഗത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ സാധനയാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴാണല്ലോ അങ്ങനെ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം തെളിഞ്ഞു വന്നോളും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു അഘോര സാധന, അതിൻ്റെ ആദ്യഘട്ടം ശ്വാസമാണ്. ശ്വാസം എടുക്കാൻ പഠിച്ചോ? നമ്മൾ നോക്കിയാലോ? സ്വസ്ഥമായിട്ട് കൈയും കാലുമൊക്കെ നിവർത്തുന്ന ഫ്രീ ആയിക്കേ. റാം റാം. ഇനിയൊന്ന് ചമ്രം പഠിച്ചിരുന്നേ. സ്വസ്ഥമായും സുഖമായിരിക്കുക. ശരീരമൊക്കെ ഒന്ന് വലിച്ച് നിവർത്ത്, നട്ടലിനെ കഴിവ് നിവർത്ത് വെച്ച്, ഷോൾഡറൊക്കെ ഒന്ന് റോൾ ബാക്ക് ചെയ്ത്, തൈസൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത്, രണ്ട് ബട്ടക്സ് ഒരുപോലെ ബാലൻസ് ചെയ്ത് സുഖകരമാക്കി വെക്കുക ശരീരത്തെ. ഒരിക്കൽ സ്വസ്ഥമായ പിന്നെ അനക്കരുത്. നട്ടല് കഴിവ് നിവർന്നിരിക്കട്ടെ. എവിടെയെങ്കിലും മസിൽ പിടുത്തം ഉണ്ടെങ്കിൽ പതുക്കെ അയച്ചു കൊടുക്കുക. ശരീരത്തെ മൊത്തത്തിൽ നോക്കുക. പെരുവിരലിനറ്റം തൊട്ട് തല വരെയുള്ള സ്ഥലത്ത് ഓരോന്നിലും മനസ്സില്ലുക. ഒന്നും പ്രത്യേകിച്ച് മാറ്റാനോ മറിക്കാനോ നോക്കണ്ട, കേവലം നോക്കി വരിക. ഒരു സ്കാനിങ്, ഒരു സെൽഫ് സ്കാനിങ് നടത്തുക. സ്കാൻ യുവർ ഹോൾ ബോഡി. എവിടെയെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് റിലാക്സ് ചെയ്തിട്ടേക്കുക. അതൊന്നും ചെയ്യേണ്ടതില്ല, സ്വയം സംഭവിച്ചുള്ളൂ. തലയൊക്കെ ഫ്രീ ആയോ? എന്താ ഫ്രീ ആയത്? ഒന്നും പറയാനും ഇല്ല അർത്ഥം. തലയ്ക്കകത്ത് ഫ്രീ ആവും. കാരണം ഇത് ഈ ജന്മത്തിലെ കുറേ നമ്മൾ കൂടി വെച്ചിട്ട് കാര്യമാണ്. നമ്മുടെ പേര്, നാള്, ശരീരം, ഇതുപോലുള്ള ബന്ധങ്ങൾ, ഇത്തരം ബന്ധങ്ങളൊക്കെ ഇപ്പം നടക്കുന്നില്ലേ, ഇതൊക്കെ നമ്മൾ തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ തല റിലാക്സ് ആകുമ്പോൾ, അല്ലെങ്കിൽ ശ്വാസം ശരിയായ രീതിയിൽ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ തലയിലെ കോശങ്ങളൊക്കെ പതുക്കെ ഫ്രീ ആവും. തലയുടെ ഭാരം പോവും, ഭാരമൊക്കെ കുറഞ്ഞ് സ്വസ്ഥമാവും, നല്ല സുഖമാവും. അപ്പോൾ അവിടെയുള്ള ഗ്ലാൻഡുകളൊക്കെ നല്ല നല്ല ഹോർമോൺസ്, അതായത് ഹാപ്പി ഹോർമോൺസ് ഒക്കെ പുറപ്പെടുവിക്കും. പിറ്റ്യൂട്ടറി, പൈനിയൽ തുടങ്ങിയ ഗ്ലാൻഡുകളൊക്കെ തലയ്ക്കകത്തുണ്ടല്ലോ, ഇതൊക്കെ പതുക്കെ ശരിയായ രീതിയിലുള്ള ഫങ്ഷനിങ് തുടങ്ങും. തലയ്ക്ക് പ്രസന്നത ഉണ്ടാവും, തലയിലെ ഭാരം പോവും. അപ്പോൾ ആ ഭാരം കുറയുമ്പോൾ അതിലേക്ക് വരുന്നത് എന്താ? പ്രപഞ്ചത്തിലുള്ള നല്ല നല്ല ചിന്തകൾ കിടക്കും. നമ്മളല്ല റിസീവറല്ലേ, നമ്മൾ FM റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയാണ്. അപ്പോൾ പ്രശ്നങ്ങളായുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു. എവിടെയൂടെ? ബിന്ദു വിസർഗത്തിലൂടെ, സഹസാരത്തിലൂടെ, എല്ലാവർക്കും തലയ്ക്കകത്ത് കിടക്കുന്ന ചിന്തകൾ മുഴുവൻ അങ്ങനത്തെ ആയിരിക്കും. അങ്ങനെ ചിന്ത വന്നാൽ പിന്നെ സമ്മാനം കിട്ടുമോ? അപ്പോൾ ആദ്യം തലയൊന്ന് കാലിയാക്കി വെക്കണ്ടേ. ഈ തല കാലിയാക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് തലച്ചോറിലേക്ക് പിന്നെ എന്താ ഉള്ളത്? തലയോട്ടി. ആ തലയോട്ടി കൈ പിടിച്ചവൻ ആഘോറി. തലയും കാലിയാക്കിയത് വല്ല കാര്യമുണ്ടോ? ആവശ്യമുള്ള കാര്യമൊക്കെ അവിടെ ഉണ്ടാവും, ഒന്നും പോവില്ല. ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? സ്റ്റോറേജ് മെമ്മറി ഫുൾ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വരും, ഗ്ലിച്ചൊക്കെ അടിക്കും ഇല്ലേ തലയ്ക്കകത്ത്. ഇതൊക്കെ വരാനുള്ള കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത ലോകത്ത് നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നിഷ്കാസനം ചെയ്യണം, നമ്മൾ ഉപേക്ഷിക്കണം.
അതിനെ നമ്മൾ മാറ്റി വെക്കണം, വേണ്ടേ? വലിയ സ്റ്റോറേജ്, മെമ്മറി സ്റ്റോറേജ് എല്ലാം ഫുള്ളായിപ്പോൾ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വർക്ക് ചെയ്യും? കഴിവതും കാലിയാക്കി വെക്കുക. എളുപ്പം ഇത്. ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ആദ്യത്തെ പടിയാട്ടോ. ഇനി താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ആധാരചക്രങ്ങളിലേക്ക് ഇറങ്ങും. അതിനൊക്കെ പയ്യെ ഇറങ്ങാം. ആദ്യം ഇതിൻ്റെ കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ടെക്നോളജി മനസ്സിലാവുന്നുണ്ടോ? പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചെയ്യണം. നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസം കറക്റ്റാക്കി കണക്കിലേക്ക് പോകും. പെട്ടെന്നാക്കാൻ പറ്റുക അഭ്യാസം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്. വൈരാഗ്യം എന്ന് വെച്ചാൽ വേറെ ആണ്ടൊരു ദേഷ്യമല്ല. വൈരാഗ്യം എന്ന് വെച്ചാൽ വിരക്തി. അനാവശ്യ വിഷയങ്ങൾ വിരക്തമായിക്കൊള്ളുക. ആരെങ്കിലും നമ്മളെ ചൊറിയാൻ പറ്റുന്നുണ്ട്, നമുക്കത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാറുക. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ. അതിന് മുമ്പുള്ള ഏറ്റവും പ്രധാന കാര്യമാണ്, ഇതിനൊപ്പം ചെയ്യേണ്ടതും വളരെ പ്രധാന കാര്യമാണ് ആഹാര വിഹാരങ്ങൾ. ആഹാരം എന്ന് വെച്ചാൽ എന്താ? ഭക്ഷണം അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം. നല്ല ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. നല്ല ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ദഹിക്കണ്ടേ? സ്വാംശീകരിക്കപ്പെടണ്ടേ? ഇല്ലേ ആരോഗ്യം ഉണ്ടാവില്ല. ദഹിക്കണം എന്ത് ചെയ്യണം? ആരോഗ്യം ഒന്ന് അനക്കണം, ഇല്ലേ? അതിന് വേണ്ടുന്ന വിഹാരങ്ങൾ, ജീവിത ചിട്ടകൾ പാലിക്കണം. അല്ല പറ്റുമോ? ആഹാരം കഴിച്ചുകൊണ്ട് മാത്രമാവില്ല. ശരിയായ സമയത്ത് ഉറങ്ങണം, ശരിയായ സമയത്ത് എഴുന്നേൽക്കണം, ആവശ്യം ശരീരത്തിന് വിശ്രമം കൊടുക്കണം, ആവശ്യം ശരീരത്തെ വ്യായാമം കൊണ്ടോ അധ്വാനം കൊണ്ടോ ശരീരത്തെ വിയർപ്പിക്കണം. ഇങ്ങനെയുള്ള ചിട്ടകളൊക്കെ പാലിക്കേണ്ടി വരും. ഇതൊന്നും പാലിക്കാതെ ആരോഗ്യം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഏറ്റവും ബെസ്റ്റ് വൈറ്റമിൻസും മിനറൽസും ഒന്നും കഴിച്ചെന്നൊന്നും പറഞ്ഞിട്ട് ആരോഗ്യം ഉണ്ടാവില്ല. കാരണം ശരീരത്തിൽ പിടിക്കില്ല. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് ഉമ്മ കുത്തിന്ന് കഴിച്ചാലൊന്നും മനുഷ്യൻ ആരോഗ്യവും സന്തോഷവും ഉണ്ടാവുന്നതല്ല. അതിന് ചിട്ടകൾ പാലിക്കണം. ആഹാരം, അതിന് ചിട്ടകൾ. ആഹാരത്തിൽ നേരത്തെ മുമ്പ് പറഞ്ഞ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കലും പെടുവേ. ഭദ്രം കർണങ്ങൾ ഭദ്രങ്ങൾ കേൾക്കട്ടെ എന്ന് പറയുമല്ലോ, മന്ത്രങ്ങളുണ്ടല്ലോ. ചെവി നല്ലത് കേൾക്കട്ടെ, ഭദ്രമായത് കേൾക്കട്ടെ, മൂക്ക് ഭദ്രമായത് മണക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മന്ത്രങ്ങളുണ്ട്. എന്താ ഈ പറയുന്നത്? ഭദ്രമായെന്ന് വെച്ചാൽ എന്താ? എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് എനിക്ക് ഭദ്രമായിട്ടുള്ളത്, അല്ലേ? ആ സന്തോഷം തരുന്നത് താൽക്കാലികമാകരുത്. കള്ളു കുടിച്ചാലും സന്തോഷം കിട്ടും, പക്ഷെ താൽക്കാലികമായതുകൊണ്ടും അഡിക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടും അത് നല്ല ശീലമല്ല. കള്ള് തെറ്റായതുകൊണ്ടല്ല, നമ്മൾ തെറ്റായതുകൊണ്ടാണ്. സന്തോഷം ഉണ്ടാകുമ്പോൾ മദ്യപിച്ച് നോക്ക്. മദ്യം നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കിയില്ല. ദുഃഖമുള്ളപ്പോൾ മദ്യപിക്കുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യരെല്ലാം ദുഃഖമുള്ളപ്പോഴല്ലേ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ദുഃഖമുള്ളപ്പോൾ ശാന്തമായി ഇരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കേണ്ടതെങ്കിൽ അത് ഒഴിവാക്കണം. അതും വൈരാഗ്യം തന്നെ. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അമേദ്യമായത്, കണ്ണിന് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഒഴിവാക്കണം. അധികാലത്താണ് കേട്ടോ, പിന്നെല്ലാം ഈശ്വരനായി തീരും. അതുപോലെ മൂക്കുകൊണ്ടും വാഗുകൊണ്ടും അല്ലെങ്കിൽ നാക്കുകൊണ്ടും അറിയുന്ന രസങ്ങളെ നമുക്ക് അനുയോജ്യമായതാണെന്ന് കണ്ട് നമ്മൾ അവനെ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ യുക്തി വേണ്ടേ? അനുഭവം വേണ്ടേ? അനുഭവം യുക്തി കൊണ്ട് ഇതിനെ ഒഴിവാക്കലാണ് ആഹാരവിഹാരങ്ങളുടെ ശ്രദ്ധ. അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യം, അതുമൂലം പ്രാണന് ബലം ഉണ്ടാവും, പ്രാണശക്തി ഉണ്ടാവും. ആ പ്രാണശക്തി ഉള്ളവരല്ലേ പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ. പ്രാണനെ ആയാമം ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രാണായാമങ്ങളാണ്, സൂക്ഷ്മ പ്രാണായാമങ്ങളാണ്. പ്രാണനെ ശരിയായ രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. ശരിയായ രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുക. വേറൊന്നും ആലോചിക്കണ്ട. ഇതുണ്ടായാൽ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളൊക്കെ ഉണർന്നു. ആ ശക്തി നമ്മൾ കുണ്ടലിനി എന്ന് വിളിക്കും. അൺകോൺഷ്യസ് മൈൻഡിൽ ഡീപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ പ്രകൃതിയുടെ ശക്തിയാണത്. ആ ശക്തി ഉണർന്നാൽ നമുക്ക് നിരന്തരമായ ആനന്ദ സന്തോഷം, അതുപോലെ നമ്മുടെ ഇച്ഛ, വാഞ്ചിതമായിട്ടുള്ള ഇച്ഛയെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ ആ ശക്തിയെ ഉണർത്തിയെടുക്കുക. ആ ശക്തിയെ ഉണർത്തിയെടുത്ത് ഞാനും വിശ്വവും രണ്ടല്ല എന്ന ബോധത്തിലേക്ക് എത്തിപ്പെടുന്ന മാർഗമാണ് അഘോര സാധന മാർഗം. അതിൻ്റെ അത് യുക്തിയും വേണം, ഭക്തിയും വേണം, ഒത്തൊരുമിച്ചാവുക. ലോജിക്കും ഡിവോഷനും തമ്മിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ലാത്തൊരു മാർഗമായത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മനുഷ്യർ ലോജിക്കിൻ്റെ മാർഗം മാത്രം പിടിക്കും, അല്ലെങ്കിൽ ഡിവോഷനെ മാത്രം പിടിക്കും. അത് പറ്റില്ല. ഇത് രണ്ടും ചേർന്നുള്ള മാർഗമാണ്.
അപ്പൊ ശ്വാസത്തിന്റെ ക്രമത്തെ പറ്റി ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നുകൂടി ഇരിക്കാം. വിഷമമുണ്ടോ? ബോറടിച്ചോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് വലിച്ച് കൈയും കാലും ഒക്കെ ഒന്ന് വലിച്ച് നോക്കണേ. ആവാം.